ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പെൺകുട്ടി നിങ്ങളെ ഇഗ്നോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയിട്ടാണ്. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ പേഴ്സണൽ കോച്ചിങ്ങോ നിങ്ങളുടെ പ്രശ്നത്തിനുള്ള സൊല്യൂഷനോ അറിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ കാണുന്ന നമ്പറിലോട്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ എന്നോട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ കാര്യങ്ങളോ ചോദിക്കാനുണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് ചോദിക്കാം. അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്കിലോട്ട് വരാം. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അവളെ ഇഗ്നോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ആദ്യം തന്നെ ചെയ്യേണ്ടത് നിങ്ങൾ കുറച്ച് പേഷ്യൻസ് കാണിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇഗ്നോർ ചെയ്യുകയാണെങ്കിൽ മസ്റ്റായിട്ടും അവർക്ക് കുറച്ചു ടൈം വേണം. അപ്പോൾ നിങ്ങൾ ഓവറായിട്ട് അവരെ ശല്യം ചെയ്യാതിരിക്കുക, ഓവർ ടെക്സ്റ്റിംഗ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ അവരുടെ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോയിട്ട് ചെക്ക് ചെയ്യാതിരിക്കുക. ഓക്കെ, പേഷ്യൻസ് കാണിക്കുക എന്നുള്ളത് തന്നെയാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡബിൾ ടെക്സ്റ്റിംഗ്. അഥവാ ഒരു മെസ്സേജ് അയച്ചു, റിപ്ലൈ കിട്ടിയില്ല, വീണ്ടും പോയി മെസ്സേജ് അയക്കുക. ഇങ്ങനെ ചെറുപറ മെസ്സേജ് അയച്ചുകൊണ്ടേയിരിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അത് വേണ്ട. റിപ്ലൈ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് പേഷ്യൻ്റ് ആവുക, അവർക്ക് കുറച്ച് ടൈം കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ചില ആളുകളുണ്ട്, നിങ്ങളുടെ ഭാഗത്തല്ല മിസ്റ്റേക്ക് എങ്കിൽ കൂടി സോറി പറഞ്ഞു പോകുന്ന ആളുകൾ. അങ്ങനെ സോറി പറയേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് എന്ന് നിങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സോറി പറയണം. ഇനി അതല്ല, ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് എങ്കിൽ നിങ്ങൾ ഒരിക്കലും സോറി പറഞ്ഞു പോകേണ്ട യാതൊരു ആവശ്യവുമില്ല. അങ്ങനെ സോറി പറഞ്ഞു പോകുമ്പോൾ ആ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ ഫ്യൂച്ചറിൽ മുന്നോട്ട് പോകത്തില്ല. അങ്ങനെ പറയരുത് ഒരിക്കലും. അതൊരു ചേസിങ് മെൻറ്റാലിറ്റിയാണ്. സോ നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ മാത്രം സോറി പറയുക എന്നുള്ളതാണ് അടുത്തതായിട്ട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഒരാൾ ഇഗ്നോർ ചെയ്തു എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ഫുള്ള് സെഡായിട്ടുള്ള സ്റ്റാറ്റസ്, പിന്നെ അതുപോലെ തന്നെ ഒരുപാട് സോങ്ങുകൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്റ്റാറ്റസ് ആയിട്ടും മറ്റൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ അല്ലെങ്കിൽ അവരുടെ സുഹൃത്തുക്കളെ എല്ലാവരെയും ഇത് അറിയിക്കേണ്ട യാതൊരു ആവശ്യമില്ല എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾ എങ്ങനെയാണോ നോർമൽ നിങ്ങളുടെ ഒരു ദിവസം പോകുന്നത് അതുപോലെ മുന്നോട്ട് പോകട്ടെ. പറ്റുമെങ്കിൽ നിങ്ങൾ കൂടുതൽ ആളുകളുമായിട്ടൊക്കെ മിങ്കിൾ ചെയ്യുക, ഫ്രണ്ട്സുമായിട്ടൊക്കെ ജോയ് ആയിട്ടിരിക്കുക, ഹാപ്പിനെസ്സുമായി ബന്ധപ്പെട്ടുള്ള പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ എപ്പോഴും സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ വെക്കുക. അല്ലാതെ എപ്പോഴും സെഡായിട്ടുള്ള സ്റ്റാറ്റസുകളും കാര്യങ്ങളും ഇടാതിരിക്കുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, അയ്യോ അവളെ എന്നെ ഇഗ്നോർ ചെയ്യുകയാണെന്നല്ലോ, എന്നാൽ എനിക്ക് വേറൊരാളെ പ്രണയിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ള ആളുകളെ ഫ്ലേർട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കാതിരിക്കുക. മേ ബി ചിലപ്പോൾ അവരൊരു സ്പേസ് അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് ഇട്ടതായിരിക്കാം. ആ ഗ്യാപ്പിൽ പോയി വേറെ ആളെ പ്രണയിക്കുന്നത് അവരെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ എന്നേക്കുമായിട്ട് മേ ബി ചിലപ്പോൾ നിങ്ങളെ ഉപേക്ഷിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. സോ അതുകൊണ്ട് പേഷ്യൻ്റ് ആയിട്ടിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതിൽ പെടുന്ന ഒരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് മറ്റുള്ള വ്യക്തികളെ ഫ്ലേർട്ട് ചെയ്യാൻ വേണ്ടി പോവാതിരിക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അങ്ങനെ തന്നെ ഇരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. തീർച്ചയായിട്ടും അവർ നിങ്ങളുടെ അടുത്തേക്ക് വരും. ഇനി അങ്ങനെ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് മാർഗ്ഗങ്ങൾ ചെയ്യാൻ സാധിക്കും. ലോ ഓഫ് അട്രാക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ധാരാളം ടെക്നിക്കുകളുണ്ട്, ടൂൾസുകളുണ്ട്, ഒരുപാട് മാർഗങ്ങളുണ്ട്. നിങ്ങൾക്ക് അത്തരത്തിലുള്ള മാർഗങ്ങൾ പഠിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ലവ് മാസ്റ്ററി എന്ന് പറയുന്ന 21 ദിവസം നീണ്ടു നിൽക്കുന്ന വാട്സപ്പിലൂടെയുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാമുണ്ട്. ആ പ്രോഗ്രാമിൽ പങ്കെടുക്കുക, പലവിധ ടെക്നിക്കുകൾ പഠിക്കുക, അപ്ലൈ ചെയ്യുക. നിങ്ങളെ ഇഗ്നോർ ചെയ്ത വ്യക്തി നിങ്ങളുടെ പുറകെ വരും, ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സോ ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക. അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടിയിട്ട് മുകളിൽ കാണുന്ന നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഡീറ്റെയിൽസ് അറിഞ്ഞ് താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾ ഇഗ്നോർ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തി നിങ്ങളുടെ സ്വന്തമായിട്ട് മാറും. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത്രയും പവർഫുൾ ആയിട്ടുള്ള ടെക്നിക്കുകളാണ് ആ ഒരു കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സോ നിങ്ങൾക്കിത് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ള ആളുകളിലോട്ട് മാക്സിമം ഷെയർ ചെയ്യുക. എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു. നമസ്തേ.